മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ. വാമദേവനാണ് കൊട്ടേഷൻ തന്നതെന്നും പ്രതാപൻ സാധാരണ ഒരു മണൽ ലോറിക്കാരനാണ്, ഒരുപാട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാമദേവൻ പറഞ്ഞതാണ്. കാരണം വാമദേവനെ വിശ്വനാഥനെ കൊന്നു കഴിഞ്ഞാൽ ആ സ്വത്തുക്കളൊക്കെ തൻ്റെ കയ്യിൽ വരും. അതിന് ശേഷം തനിക്ക് ഇഷ്ടം പോലെ ചോദിച്ചതും അതിൻ്റെ അപ്പുറം തനിക്ക് തരും ഞാൻ എന്ന് പറയണം കേട്ടോ. അത് പ്രതാപൻ അനുസരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതേസമയം പ്രതാപൻ ട്രിപ്പ് പോകുമ്പോൾ ഈ മഹാലക്ഷ്മിയെ എപ്പോഴും കൊണ്ടുപോകും. കാരണം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകാറ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയിരുന്നു. അതേസമയം അച്ഛനും മകനും കൂടി പിറന്നാളിന് അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു. അതായിരുന്നു നല്ല സമയം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ വണ്ടി ഇടിച്ചിടുകയാണ്. പക്ഷേ തെറിച്ചു പോയ ആ മോൻ എന്തായി എന്നുള്ളത് നോക്കിയില്ല. ആ മോനാണ് ഇപ്പം ഈ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്ന കണ്ണൻ എന്ന് പറയണം കേട്ടോ. അതേസമയം ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുകയെന്നും അങ്ങനെ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്നും ആ മകളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത് ആ മകന് വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറയണം കേട്ടോ. അതിന് ദാസിയായിട്ടാണ് മഹാലക്ഷ്മിയെ പറഞ്ഞയച്ചത്. കാരണം മഹാലക്ഷ്മി കണ്ണൻ്റെ വീൽ ചെയർ ഉന്താനും കണ്ണനെ പരിചരിക്കാനും ആണല്ലോ, അങ്ങനെ വേണ്ടിയിട്ടാണല്ലോ കൊടുത്തയച്ചത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മകൾ ദാസിയും അവൾ മഹാറാണിയുമായി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായി മാറിയതിന് ശേഷം ഡോക്ടർ ചോദിക്കുന്നുണ്ട് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴും ശരിയാണ് എന്നാണ് പറഞ്ഞത് എന്നെല്ലാം ഡോക്ടർ എല്ലാം വിശദമായിട്ട് കണ്ണനോട് പറയണം കേട്ടോ. കണ്ണൻ ഇതെല്ലാം കേട്ടിട്ട് അങ്ങനെ ദേഷ്യം സഹിക്കാൻ വയ്യ. എന്താ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ കാര്യം എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ആ തെറിച്ച് വീണ ആ പയ്യനില്ലേ, ആ പയ്യൻ ഞാനാണ്, എൻ്റെ അച്ഛനാണ് വിശ്വനാഥൻ എന്ന് പറയുന്നു കേട്ടോ. ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയണം കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് അസൂയ കൊണ്ടാണ് എൻ്റെ ഭാര്യയെ തള്ളിയിട്ടിരിക്കുകയാണ് അവരുടെ മോള് എന്ന് പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടർക്ക് ആകെ ഭയങ്കര ഇതാവുകയാണ്. പിന്നെ അവരുടെ അമ്മ വന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വാമദേവൻ ആണ് ഇതിനെ കൂട്ടു നിന്നിരിക്കുന്നത് എന്ന്. അതൊന്ന് ക്ലിയർ ആക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറുടെ അടുത്ത് വന്നത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയും ശരിയാണ്, വാമദേവൻ ഇവിടെ വന്നിരുന്നു, കൈ കൂപ്പി എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഇത് ചികിത്സയുടെ ഭാഗമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണ് ഡോക്ടറോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കരുണയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോലീസുകാർ വരൂ അതോ മാർഗോ വരൂ, എനിക്കൊന്നും വയ്യ, പേടിയായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ കരുണ പറയും എന്തിനാ വരുന്നത്, ആര് വരുന്നു, പോലീസുകാരെന്ത് വരുന്നത്, അതിന് ആ കുഞ്ഞിനും അവൾക്കും ഒന്നും പറ്റിയിട്ടില്ലല്ലോ, പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അറിയുമായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും തന്നെ പുറത്തൊരു പോലീസ് ജീപ്പ് വരികയാണ് കേട്ടോ. അത് കണ്ടതും തന്നെ കരുണ ആകെ പേടിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി അച്ഛാ പോലീസ് ജീപ്പ് പറഞ്ഞിട്ട് കരുണ ആകെ ഓടി ഒളിക്കുകയാണ് കേട്ടോ. ഓടി ഒളിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പോലീസുകാർ വന്നിട്ട് പ്രതാപനോട് പറയും, പ്രതാപൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശി പറയുക അയ്യോ സാറേ എൻ്റെ മോള് നിരപരാധിയാണ് പറയുക. അതിന് മോളെന്ത് ചെയ്ത്, എന്താ മോള് എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ചോദിക്കുക. ഇല്ലല്ല നിങ്ങളെ കണ്ടപ്പോൾ പേടിയോടെ പറഞ്ഞതാണ് എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ. പ്രതാപനും അത് വെക്കുക, നീ വന്ന് വണ്ടി കയറി ചോദിക്കുമ്പോൾ എന്താ സാറേ ചോദിക്കും, എന്താണെന്നുള്ളത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. അതിനുശേഷം പ്രതാപൻ ഭയങ്കര വിഷമത്തോടു കൂടി പോയിട്ട് വണ്ടി കയറുകയാണ്. പ്രതാപനെ വണ്ടി കയറ്റിന് കാണുമ്പോഴത്താണ് കരുണ ഓടി വരിക കേട്ടോ. കരുണ ഓടി വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ പ്രതാപനെ കൊണ്ടുപോകും. അതിനുശേഷം മുത്തശ്ശി ഇങ്ങനെ പറയും ഇനി അവനെ കൊണ്ടുപോയിട്ട് ആ പോലീസുകാർ എന്തെല്ലാം ചതച്ച് അവനെ ഒരു പരുവാക്കും, എന്ത് ചെയ്യും, അവനെ എങ്ങനെ കോടതിയിൽ കൊണ്ടുപോയാലും അനന്തവും കണ്ണനും വാദിച്ച് അവനെ ശിക്ഷയെ കിട്ടുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ എന്തെന്നെ ഞാൻ ചെയ്യുന്നറിയില്ല, ആ വാമദേവൻ്റെ പേരും കൂടി പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ കരുണ പറയണം അത് ശരിയാണ്, പറയണം, അവരും കൂടി ഇതിൽ അനുഭവിക്കണം എന്നിങ്ങനെ പറയണിട്ട് കരുണ ആകെ മൊത്തം കരഞ്ഞ് പേടി ഇനി എന്നെയും കേസ് കൊടുത്തിരിക്കുമോ എന്ന് ചോദിക്കണം കേട്ടോ. പറയാൻ പറ്റില്ല മോളെ, കൊടുത്തിട്ടുണ്ടാകും എന്ന് പറയും, എന്തെല്ലാം ഞാൻ കാണണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പരിതാപം പറഞ്ഞ് കരയാണ് കേട്ടോ. അതേസമയം നമ്മുടെ കരുണയുടെ ആ സ്വഭാവമൊക്കെ മാറി കരുണയ്ക്ക് ആകെ മൊത്തം പേടിയായി കേട്ടോ. അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ ചോദിക്കുകയാണ്. അതെ നമുക്ക് രക്ഷിക്കണം എന്ന് പറയണം കേട്ടോ. അതേസമയം പോലീസുകാർ പ്രതാപനെ കൊണ്ടുപോകണം കേട്ടോ. പ്രതാപനെ കൊണ്ടുപോയിട്ട് അവിടെ ചോദിക്കും നിൻ്റെ മോള് കേസ് കൊടുത്തിട്ട് മോള് അവളെ ചവിട്ടി താഴെയിട്ടുണ്ടല്ലോ മഹാലക്ഷ്മിയെ, എന്തായാലും ശരി കേസ് തന്നിട്ടില്ല ഇതുവരെ, തന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്യും, ഇനി പുറത്ത് ആൾക്കാരും ഉണ്ടല്ലോ, നിൻ്റെ മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ കൊടുത്തോളും എന്നിങ്ങനെ പോലീസുകാർ പറയണം കേട്ടോ.
അതേസമയം സെല്ലിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ് പ്രതാപനെ കേട്ടോ. അത് ഉള്ളിൽ നിൻ്റെ ആളുണ്ട്, നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ. പ്രതാപനെ പെട്ടെന്ന് മനസ്സിലാകുക. പിന്നെ നോക്കുമ്പോഴാണ് വാമദേവനായിരിക്കണ്ട. പ്രതാപൻ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതിനുശേഷം പ്രതാപനെ വാമദേവൻ്റെ അടുത്തേക്ക് വിടുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്താ സാറേ എന്താണ് ചോദിക്കുമ്പോൾ, അതെ 20 വർഷം പഴക്കമുള്ള കേസല്ലേ സാറേ എന്ന് കണ്ണനോട് ഞാൻ എല്ലാം പറയാം. അത് ശരിയാണ്, ആ കേസിലുള്ള പ്രതികളെ ഞങ്ങളെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കും വാമദേവൻ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറയും, അത് കൊട്ടേഷനേ കൊടുത്തിട്ടില്ല എന്ന് പറയും കേട്ടോ. പ്രതാപൻ പറയും, ഇയാൾ തന്നെ തന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവൻ പറയും, ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പോലീസുകാർ പറയും, തെളിവ് തന്നെയാണല്ലോ നിങ്ങൾ രണ്ടുപേരും എന്നിങ്ങനെ പറയും കേട്ടോ. വാമദേവനും അതേപോലെ തന്നെ പ്രതാപനും പകച്ച് നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.